ഡൽഹി സ്ഫോടനത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ ജമ്മു കാശ്മീർ, ഹരിയാന, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് ലക്നൌവിൽ നിന്ന് അറസ്റ്റിലായ വനിതാ ഡോക്ടറായ ഡോക്ടർ ഷാഹിൻ ഷാഹിദിന്റെ ആദ്യ ചിത്രം പുറത്തുവന്നു. ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകര സംഘടനയിൽ പ്രവർത്തിക്കുന്നതായി സംശയിച്ച് ഇവർ ഡൽഹിക്കടുത്തുള്ള ഹരിദാബാദിൽ വൻ സ്ഫോടന വസ്തുക്കൾ പിടികൂടിയതുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റിലായത്. ഇന്റലിജൻസ് വൃത്തങ്ങൾ പ്രകാരം ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം സ്ഥാപിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്ന ഡോക്ടർ ഷാഹിനെയും ഫരീദാബാദിൽ കസ്റ്റഡിയിലെടുത്ത കാശ്മീരിൽ നിന്നുള്ള ഡോക്ടർ മുസമ്മിൽ ഗനായി ഉൾപ്പെടെ 7 പേരെയും അറസ്റ്റ് ചെയ്തു. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസറിന്റെ സഹോദരിയും പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള യൂണിറ്റിന്റെ തലവനുമായ സായിദ അസറിന്റെ നേതൃത്വത്തിലാണ് വനിതാ വിഭാഗം പ്രവർത്തിക്കുന്നത്. സായിദയുടെ ഭർത്താവ് യൂസഫ് അസർ 1999 കണ്ടഹാർ വിമാന റാഞ്ചലിന്റെ സൂത്രധാരന്മാരിൽ ഒരാളായിരുന്നു. ഡൽഹി സ്ഫോടനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് 3 ഡോക്ടർമാർ ഉൾപ്പെടെ 8 പേരെയും അറസ്റ്റ് ചെയ്തു. 2900 കിലോഗ്രാം സ്ഫോടന വസ്തുക്കൾ പിടിച്ചെടുക്കുകയും ചെയ്തു. ജെയ്ഷെ മുഹമ്മദ് എന്നിവരുമായി ബന്ധപ്പെട്ട വൈറ്റ് കോളർ ഭീകര സംഘടനയുടെ വിവരങ്ങൾ ഇതിൽ നിന്നും ലഭിച്ചു. മുസമ്മിൽ എന്നയാൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഓപ്പറേഷൻ നടന്നത്. മുസമ്മിൽ നിന്ന് ഒരു വനിതാ ഡോക്ടറുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിരുന്ന സ്വിഫ്റ്റ് കാറും കണ്ടെടുത്തു. ഡോക്ടർ മുസമ്മിൽ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹരിദാബാദിലെ ഫത്തേപൂർ ടാഗ ഗ്രാമത്തിലെ ഒരു വീട്ടിൽ നിന്ന് സുരക്ഷാ ഏജൻസികൾ അമോണിയം നൈട്രേറ്റ് എന്ന കരുതപ്പെടുന്ന 2000 കിലോയിലധികം സ്ഫോടന വസ്തുക്കൾ കണ്ടെടുത്തു. ദൗജ് ഗ്രാമത്തിലെ പള്ളിയിലെ ഒരു പുരോഹിതനായ ഹഫൈസ് ഇസ്തഫിൻ്റെതാണ് വീട്. തുടർന്ന് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. ലക്നൌവിലെ ഖല്ലാബാദ് പ്രദേശത്തിലെ താമസക്കാരനും ഹലാഫ് സർവകലാശാലയിലെ ഫൽക്കിറ്റി അംഗവുമായ ഡോക്ടർ ഷാഹിദിന്റെ പേരിലാണ് റെയ്ഡുകളിൽ പിടിച്ചെടുത്ത സ്വിഫ്റ്റ് കാർ. ജമ്മു കാശ്മീരിൽ കുട്ടിക്കാലം മുതൽ ക്യാമ്പസിലെ ഡോക്ടർമാരുടെ ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത്. ജമ്മു കാശ്മീർ പോലീസും ഹരിദാബാദ് പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിന് ശേഷം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്ന് വെറും 500 കിലോമീറ്റർ അകലെയുള്ള ദൗജ് ഗ്രാമത്തിലെ ഒരു വീട്ടിൽ നിന്ന് 360 കിലോയോളം അമോണിയം നൈട്രേറ്റ് അധികൃതർ കണ്ടെടുത്തു. കൂടാതെ അതേ മുറിയിൽ നിന്ന് ഒരു വോക്കി ടോക്കി, 20 ടൈമറുകൾ, 20 ബാറ്ററികൾ, ഒരു റിസ്റ്റ് വാച്ച്, നിരവധി രാസവസ്തുക്കൾ എന്നിവയും കണ്ടെത്തി. ഷഹീനുമായി ബന്ധപ്പെട്ട് സ്വിഫ്റ്റ് കാറിൽ നിന്ന് ഒരു അസോൾട്ട് റൈഫിൾ, 83 റൗണ്ട് വെടിയുണ്ടകൾ, 2 മാഗസീനുകൾ, ഒരു പിസ്റ്റൾ, നിരവധി ലൈവ് കാർട്രിഡ്ജുകൾ, 2 ഒഴിഞ്ഞ സെല്ലുകൾ, ഒരു പിസ്റ്റൾ മാഗസിൻ എന്നിവ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു. ലാൽബാഗ് പ്രദേശത്തിലെ താമസക്കാരനും അൽ ഹലാൽ സർവകലാശാലയിലെ ഫാൽക്കിറ്റി അംഗവുമായ ഡോക്ടർ ഷഹീദിന്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തതെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. ജമ്മു കാശ്മീർ പോലീസ് ഡോക്ടർ ഷഹീദിനെ അറസ്റ്റ് ചെയ്ത് ശ്രീനഗറിലേക്ക് എയർലിഫ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്തു.